നമസ്കാരം ചങ്ങാതിമാരെ, ഇത് പുതിയ സൈറ്റാണ്. ഇന്നിവിടെ മെറ്റീരിയൽ ഇറക്കാണ്. ഇതാണ് പുതിയ സൈറ്റ്. വീട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 1200-1300 ഇടയിലുള്ള സ്ക്വയർ ഫീറ്റിന് ഇടയിലുണ്ടാവും. ഇത് ഫുൾ കവറിങ് ആയിട്ടല്ല ചെയ്യണത്. ഇതൊരു എൽ ഷേപ്പിലാണ് മൂല ട്രസ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള പോർഷൻ ഫ്ലാറ്റ് ആയിട്ട് അടിക്കുന്നത്. പണി തുടങ്ങുമ്പോൾ കാണിച്ചു തരാം. മെറ്റീരിയൽ ഇപ്പോൾ വരും, അത് ഇറക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് ഞങ്ങൾ. മെറ്റീരിയൽ വന്നു ഗൈസ്, മെറ്റീരിയൽ വന്നു. അടുത്ത സൈറ്റിലേക്കുള്ള അംഗം വെട്ടിനുള്ള സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു. പുതിയ സൈറ്റിൽ രാവിലെ വന്ന് ടൂൾസൊക്കെ ഇറക്കി കണക്ഷനൊക്കെ കൊടുത്ത് പ്ലേറ്റൊക്കെ ലെവലൊക്കെ വെച്ച് തുളയ്ക്കാനായിട്ട് ഡ്രില്ലും കൊണ്ട് ചെന്നപ്പോൾ കറണ്ടില്ല. അതിനുണ്ട് അതെ, ഇതാണ് അവസ്ഥ. അതിനുണ്ട്. നമസ്കാരം ചങ്ങാതിമാരെ, ഇന്ന് പുതിയ സൈറ്റിൽ പണി തുടങ്ങുകയാണ്. നമ്മുടെ സ്വന്തം നാട്ടിലാണ്. നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ്. 4 എണ്ണം വന്ന് കൂടിയുണ്ട് ഇവിടെ ടൂൾസൊക്കെ ആയിട്ട്. ഇത് ഞങ്ങളുടെ പേടകം BMW എന്നാണ് അച്ഛൻ പറയുന്നത്. പേടകമാണ് ഞങ്ങൾക്ക്. ടൂൾസുകൾ കയറാൻ കോണി വെച്ച് കൊടുത്തിട്ടുണ്ട് തൽക്കാലം. ഇതാണ് ഞങ്ങളുടെ അവിടെ കാട്. ഇതിന് തൊട്ട് മുകളിൽ കൂടെയാണ് പീച്ചി കനാൽ പോകുന്നത്. പീച്ചി കനാൽ ഏത് കര? അത് ഇടതാ വലുതാ? ഇടത് കര കനാൽ. ഇടത് കര. നമ്മുടെ ചേട്ടൻ ഇവിടെ പെയിൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു. കാണാൻ അവിടെ ഉണ്ട്. നമസ്കാരമുണ്ട് ചങ്ങാതിമാരെ. ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് ചെന്ന് ഒരു 3 കാലും കൂടി പിടിപ്പിക്കാണ്ടിരുന്നു. അത് പിടിപ്പിച്ച് കഴിഞ്ഞ് ബീമൊക്കെ ജോയിൻ ചെയ്തടിച്ച് ഞങ്ങൾ 3 പേരെ ഉണ്ടായുള്ളൂ. ആശാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. ഒരു വിളി വന്നു. അപ്പോൾ ബീമൊക്കെ ജോയിൻ ചെയ്ത് 3 പേരും കൂടി അങ്ങോട്ട് കയറിയേക്കാൻ പാകത്തിന് പർലിയം പൈപ്പ് ക്രോസ് അടിച്ച് കൊടുത്തു. കുതിരയും കാര്യങ്ങളൊക്കെ നാളെ വരുള്ളൂ. വീട്ടിൽ ആൾ താമസമില്ലാത്ത വീടായ കാരണം നമുക്ക് ആകെ ഒരു കോണി മാത്രമേ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. പെയിൻ്റ് അടി കഴിഞ്ഞപ്പോൾ ആ ചേട്ടനും കൂടി ഞങ്ങളുടെ കൂടി എല്ലാ പരിപാടിക്കായിട്ട് അങ്ങനെ ഫുള്ള് പെയിൻറ്റിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കാല് പിടിപ്പിച്ചു, ബീമും കയറ്റി ഒരു ആട്രസിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടിട്ടാണ് ഇന്ന് ഞങ്ങൾ പിരിഞ്ഞത്. ആശാനില്ലാത്തതിൻ്റെയും പിന്നെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാലത്തിന് ചെന്നപ്പോൾ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് പോയി. അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുന്നു. ഇത് ആട്രസിൻ്റെ ഒരു മോഡലാണ്. ഇതുപോലെ തന്നെ ഇവിടെ വേണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ടാക്ക് ചെയ്തിട്ട് അവസാനിപ്പിച്ചു. നമസ്കാരം ചങ്ങാതിമാർ, ഇന്ന് 2ാം ദിവസമാണ്. ചെന്നപ്പോൾ തന്നെ ആ ഡ്രസ്സിൻ്റെ പരിപാടി അങ്ങോട്ട് തീർത്തു. ഇന്ന് പിന്നെ കുതിരപ്പടയൊക്കെ ആയിട്ടാണ് ചെന്നത്. അത് കാരണം ഡ്രസ്സ് കയറ്റാനൊക്കെ എളുപ്പമായിരുന്നു. ഡ്രസ്സ് ഞങ്ങൾ 4 എണ്ണം ആക്കിയിട്ടുണ്ട്. പൈപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 മെയിൻ ഫ്രെയിമിന് കൊടുത്താണ്. 1 ഇഞ്ച് സ്ക്വയർ പർലിങ്, 2.5 ഇഞ്ച് റൗണ്ടാണ് പോസ്റ്റ് അടിച്ചത്. ഒക്കെ 16 ഗേജ് പൈപ്പുകളാണ് ഉപയോഗിച്ചത്. ഈ സൈറ്റിലെ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഫുൾ കവർ ആയിട്ടുള്ളൊരു മൂല ഡ്രസ്സ് അല്ല, ഒരു എൽ ഷേപ്പിലാണ് അടിക്കണത്. അങ്ങനെ അടിക്കുമ്പോൾ കുറച്ച് ഒരു ടെറസ് പുറത്തേക്ക് കിടക്കും ഓപ്പണായിട്ട്. അവിടെ ചുമ്മാ ഫ്ലാറ്റായിട്ട് ഒരു ചാച്ചിറക്കാണ് കൊടുക്കുന്നത്. ഈ എൽ ഷേപ്പിലുള്ള മൂല ഡ്രസ്സിൻ്റെ ഇടയിൽ ആൾക്ക് ഭാവിയിൽ റൂം പണിയാനാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടും കൂടിയാണ് അതിൽ നമ്മൾ 9 അടി ഹൈറ്റ് കൊടുത്തത്. കാലും ബീമടക്കം 9 അടി ഹൈറ്റ് വരും. അപ്പോൾ അതിൽ 2 വലിയ റൂം ആൾക്ക് പണിയാം. കോർണറിലായിട്ട് 2 അറ്റാച്ച്ഡ് ബാത്റൂം പോലെ 2 റൂമിൽ നിന്ന് ആൾക്ക് കൊടുക്കാനും പറ്റും. ഓപ്പണായിട്ട് കിടക്കുന്ന ആ ചാച്ചറക്കിൻ്റെ അടിയിൽ കിടക്കുന്ന ടെറസ് ആൾക്ക് സിറ്റ് ഔട്ടായിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ ആളാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പണിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചുറ്റും കാല് പിടിച്ച് ഒറ്റ ഡ്രസ്സായിട്ട് പണിതാനെ, ഒരു മൂല വലിയ ഡ്രസ്സായിട്ട് പണിതാനെ. ഇതിപ്പോൾ ഒരു വലിയൊരു കുഴിയടി വരും സെൻറ്ററിൽ. പിന്നെ കുറച്ച് ഭാഗം ചാച്ചറക്കായിട്ടായിരിക്കും കാണുക. അങ്ങനെയാണ് ഇപ്പോൾ ഈ മോഡൽ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉച്ചയോടുകൂടി ഏകദേശം മെയിൻ ഡ്രസ്സുകളുടെ പരിപാടിയൊക്കെ കയറി ഇനി 4 മൂലയ്ക്കായിട്ട് കുറച്ച് കൈക്കോടികൾ കയറ്റേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പർലിങ്ങടി തുടങ്ങും. ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ വൈകിട്ടോടുകൂടി 3ാം ദിവസം വൈകിട്ടോടുകൂടി ഏകദേശം മെയിൻ ഫ്രെയിമിൻ്റെ സെറ്റിങ്സ് കഴിയും. അതിനുശേഷം ഫുൾ വെൽഡിങ്, പാത്തി ക്ലാമ്പ്, പെയിൻറ്റ്, ടച്ചിങ് പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ 4 ദിവസത്തെ ഒരു ഫ്രെയിം വർക്കാണ് നമ്മളന്ന് കണക്കൂട്ടിയായിരുന്നത്. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും. ബാക്കി വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ഓക്കെ, ബൈ. ചോറിന് കഴിഞ്ഞ് പട്ടി കടിച്ചു തുടങ്ങി സാർ, പട്ടി കടിച്ചു തുടങ്ങി. ചോറിന് കഴിഞ്ഞ് ചെന്ന് കയറി വഴിക്ക് ഞങ്ങൾ പർലിങ്ങാടി അങ്ങോട്ട് തുടങ്ങി.
ഇവർക്ക് ഏറ്റവും ക്രൈസുള്ളൊരു കാര്യമാണ് ഈ പർലിങ്ങടി. ഭയങ്കര ഫാസ്റ്റാണ്. പടപടാ പടപടാ എന്ന് പറഞ്ഞ് ഈ സാധനം ഇങ്ങോട്ട് അടിക്കും. ഒരാൾ ക്യാമറ ഓൺ ആക്കണം നോക്കിയിരിക്കുകയാണ്, അപ്പം തന്നെ വയറ് ചുക്കി പിടിക്കാൻ, അതിൻ്റെ വയറാൾക്കാർ കാണണ്ടെന്ന് പറഞ്ഞിട്ട്. അടുത്ത ആൾ തലയിൽ മുണ്ട് കെട്ടും, കഷണ്ടി കാണണ്ടെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള ഓരോ ടീംസിൻ്റെ കൂടെയാണ് പണിയുന്നത്. അപ്പം എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തായാലും മെയിൻ പ്രസിൻ്റെ പള്ളിങ്ങടിയൊക്കെ കഴിച്ചിട്ട് ഇന്ന് പോകുന്നുണ്ട്. ഇനി നാളെ ഒരു ചാച്ചർക്ക് ഫ്രെയിം ഉണ്ട്, ബാക്കിൽ ചെറിയൊരു എക്സ്റ്റൻഷൻ ഉണ്ട്, കോണി കവറിങ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പിന്നെ പർലിങ്ങിൻ്റെ ചുറ്റും പാത്തിക്കളം പോയിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ എക്സിക്യൂട്ടീവ് ലുക്കിൽ വരുത്തിരിക്കുന്നുണ്ട. മിക്ക വീഡിയോകളിലും സൈറ്റുകളിലൊക്കെ ഞങ്ങളുടെ ഒപ്പം കണ്ടിട്ടുണ്ടാവും ആളെ. ഞങ്ങളുടെ കൂട്ടുകാരനാണ്. പണിയില്ലാത്തപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിരിക്കും ഇതുപോലെ. ബാക്കി നാളെ കാണാം. നമസ്കാരമുണ്ട് ചങ്ങാതിമാരെ. അങ്ങനെ 3-ാം ദിവസത്തോടു കൂടി ഫ്രെയിം വർക്കിൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 സൈഡിലേക്കായിട്ട് ചെറിയൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഒരു ബാത്റൂമിൻ്റെ മുകൾ ഭാഗം കവറാവാനും കോണി കയറി വരുന്ന കോണി കവറാവാനും. ഇത് ഞാൻ ആദ്യം പറഞ്ഞിരുന്ന പോലെ ഈ കോടി ഡ്രസ്സുകളുടെ അടിയിൽ ആൾ റൂം പണിതിട്ട് അപ്പോൾ ഫ്ലാറ്റ് ഭാഗം സിറ്റ് ഔട്ട് ആക്കാനാണ്. അതിൻ്റെ ഫ്രെയിമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സിറ്റ് ഔട്ടിന് ഒരു ഏകദേശം 1 അടി സ്ലോപ്പ് ഉള്ളത്. എത്ര ടേപ്പർ വേണം? ഈ ഭാഗം സിറ്റ് ഔട്ടും കാലുകൾക്ക് നേരെ ചുമര് കൊടുത്ത് ഉള്ളിൽ റൂമും ബാത്റൂമൊക്കെ ആയിട്ടുള്ള പ്ലാനാണ് ആളുടെ ഹൗസ് ഓണറുടെ സ്വന്തം പ്ലാനാണ്. അപ്പോൾ ഒരുവിധം പരിപാടികളൊക്കെ ഇന്നലത്തോടു കൂടി അവസാനിപ്പിച്ചു. ഇന്ന് 2 ദിവസത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് മാറും, അടുത്ത സൈറ്റിലേക്ക് പോകും. ഈ കാണുന്ന പോർഷനിലേക്ക് ഒരു ചാച്ചർക്കുണ്ട്, ഈ ബാത്റൂം കവർ ചെയ്യുന്ന രീതിയിൽ. അവിടെ 2 പോസ്റ്റൊക്കെ ഇട്ട് ബീമിട്ട് കൊടുക്കണം. പിന്നെ ഈ കോണി പോർഷനിലും ഈ പോർഷനിലും ചെറിയ രീതിയിൽ ചാച്ചർക്ക് ഉണ്ട്. ഈ കോണി ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ. ഇനി ഇതിൽ സൈഡും മറക്കും ചിലപ്പോൾ. ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. നമസ്കാരം. ഇന്ന് ഷീറ്റ് മാച്ചിലാണ് അവിടെ. ഷീറ്റ് മാച്ചിൽ അതിന് ദക്ഷിണ കൊടുത്താ കണ്ടത് നടടി. ഇതുപോലുള്ള കളിപ്പാട്ടങ്ങൾ ഏത് ചന്തയിലും വാങ്ങാൻ കിട്ടും. പക്ഷെ ഇത് വെച്ച് കളിക്കാനുള്ള കരളുറപ്പ് വാങ്ങാൻ കിട്ടില്ല. മുടി എല്ലാവർക്കും അറിയാം പെട്ടെന്നല്ലേ അത്. ഇത് 4 കഴിഞ്ഞ ഇനി വേണോ മുതലാളി? മുതലാളി അമ്മേ പോലീസാണ്. ആഹാ, പണിക്കാരിരുന്ന് പണിയാ, മുതലാളിരുന്ന് തിന്നാ. നമസ്കാരം ചങ്ങാതിമാരെ. ഇന്നത്തെ വർക്കാണ് ഈ കാണുന്നത്. മെഷിൻ്റെ വർക്കാണ്. നേരത്തെ റൂഫിങ് കഴിഞ്ഞ് കിടക്കുന്ന ഒരു വീടാണ്. ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. ലാസ്റ്റ് തീർത്ത വർക്കാണ്. അതിൻ്റെ ചുറ്റും മെഷ് വെച്ചടിക്കണം. അപ്പോൾ താഴെ ഫ്രെയിം സെറ്റ് ചെയ്ത് അതുമ്പോൾ മെഷ് വെച്ചടിച്ച് ഫുൾ പെയിൻറ്റ് ചെയ്ത് വലിച്ച് കയറ്റി സ്പോട്ട് ചെയ്യാനാണ് പരിപാടി. 1.5 ഇഞ്ച് സ്ക്വയറിൻ്റെ മെഷാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ 1 ഇഞ്ച് സ്ക്വയറിൻ്റെ പൈപ്പുകളും ഓയിലിൽ മുങ്ങിക്കിടന്ന പൈപ്പായിരുന്നു. അത് കാരണം നല്ല രീതിയിൽ തുടച്ചിട്ട് വേണ്ടി വന്ന് പെയിൻ്റ് അടിക്കാൻ. പൈപ്പ് ആദ്യം പെയിൻ്റ് അടിച്ച് ഫ്രെയിം കൂട്ടി മെഷ് വെച്ചടിച്ച് ഇനി വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മെഷും പൈപ്പും കൂടി ഒരുമിച്ച് പെയിൻറ്റ് ചെയ്ത് ഫുൾ പെയിൻറ്റ് ചെയ്തിട്ടാണ് മുകളിൽ കയറ്റി സ്പോട്ട് അടിക്കുക. ബാക്കി നാളെ കാണാം. നമസ്കാരമുണ്ട് ചങ്ങാതിമാരെ. ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരത്തോൺ പെയിൻ്റ് അടിയാണ്. ഈ കണ്ട ഫ്രെയിമും നെറ്റ് മുഴുവൻ പെയിൻ്റ് അടിച്ചുണ്ടാക്കണം. ഉച്ചയാകുമ്പോഴത്തേനും തീർത്ത് കഴിഞ്ഞാൽ ഉച്ച തിരിഞ്ഞ് ഇതൊക്കെ വലിച്ച് കയറ്റി ഫിറ്റ് ചെയ്യാമെന്നാണ് കരുതുന്നത്. കുറച്ച് ഫുൾ വെൽഡിങ് ഉണ്ടായിരുന്നു, അതൊരാൾ നിന്ന് ചെയ്തു. അതിനുശേഷം എല്ലാവരും കൂടി നിന്ന് പെയിൻ്റ് അടിച്ച് ഉച്ചയോടുകൂടി ഏകദേശം ഫ്രെയിമുകളൊക്കെ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ച തിരിഞ്ഞതിൻ്റെ ഫിറ്റിങ്സാണ്. വീഡിയോ എടുക്കാൻ പറ്റിയ വൈകുന്നേരം വിടാം. നമസ്കാരമുണ്ട് ചങ്ങാതിമാരെ. മെഷ് വർക്ക്
രണ്ടാം ദിവസം ഉച്ച തൊട്ടാണ് ഉള്ള പണിയാണ് ഈ കാണുന്നത്. താഴെ ഇട്ട് സെറ്റ് ചെയ്ത് എല്ലാം പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വലിച്ചു കയറ്റി മുകളിൽ പിടിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഓരോ സ്ഥലത്ത് അളവെടുത്തിട്ട് അതത് സ്ഥലങ്ങളിലേക്കുള്ള ഫ്രെയിം ഉണ്ടാക്കി അത് നെറ്റ് അടിയിൽ വെച്ച് തന്നെ വെൽഡ് ചെയ്ത് പെയിൻ്റ് അടിച്ചിട്ടാണ് കയറ്റണത്. ഫ്രെയിമിൻ്റെ പുറത്ത് നെറ്റ് അടിക്കണ കാരണം അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. പിന്നെ മുകളിൽ 2 ഡോറും കൂടി ഫിക്സ് ചെയ്യേണ്ടായിരുന്നു. ഒന്ന് സ്റ്റെയർ കേസ് കയറി വരുന്നിടത്ത്, 2 പിന്നിലൊരു ബാത്റൂം താഴ്ന്ന് കിടക്കുന്നുണ്ട് സൺഷെയ്ഡ് ലെവലിലേക്ക്. അവിടേക്ക് ഇറങ്ങാനായിട്ട് അവിടേക്ക് ഒരു ചെറിയൊരു 3-4 സ്റ്റെപ്പിൻ്റെ ഒരു ചെറിയ കോണി സ്റ്റെപ്പ് പോലെ 3 1 കൊണ്ട് അടിച്ചു കൊടുക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എല്ലാം മെഷീൻ്റെ പരിപാടികളൊക്കെ കഴിച്ചു. ഇനി ലേശം പെയിൻറ്റ് ടച്ചിങ്ങുള്ളൂ. ഫ്രണ്ടിൽ ഉൾവശമൊക്കെ പെയിൻറ്റൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞു.